ഇത്തരത്തിൽ ശരീരം രക്തം വാർന്ന നിലയിലായിരുന്നു 2 മൃതദേഹങ്ങളും ഉണ്ടായിരുന്നത്. മാത്രമല്ല 2 മൃതദേഹങ്ങളിലും വലിയ രീതിയിലുള്ള പാടുകൾ, ശരീരത്തിലൊക്കെ തന്നെ മുറിവുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള സംശയങ്ങളൊക്കെ തന്നെ പോലീസിന് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ആരെയും അകത്തേക്ക് കയറ്റിവിടാത്ത തരത്തിലൊരു സമഗ്രമായ രീതിയിലുള്ള അന്വേഷണം ഇപ്പോൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കൃത്യമായിട്ടുള്ള അന്വേഷണമാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമുക്കിപ്പം ഈ ഓഡിറ്റോറിയത്തിൽ സ്റ്റാഫായിരുന്ന ഒരാൾ കൂടി നമുക്കിപ്പോൾ ചേരുകയാണ്. ചേച്ചി, നിങ്ങൾ ഓഡിറ്റോറിയത്തിൽ സ്റ്റാഫായിരുന്നല്ലോ, പുള്ളിക്കാർക്ക് വേറെ എന്തെങ്കിലും സാമ്പത്തിക അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല? സാറിന് അങ്ങനത്തെ ഇല്ല. ഞങ്ങൾ 3 പേരും അടുത്ത സ്റ്റാഫാണ്. ഞങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാണ് വിവരം അറിയുന്നത്. അന്നേരം ഇങ്ങോട്ടൊന്ന് കാണാമെന്നോർത്ത് വന്നതാണ്. എവിടെയായി ഈ ഒരു ബംഗാൾ സ്വദേശി? നേരത്തെ ഉണ്ടായിരുന്നു, ഒരു 8 മാസം 9 മാസം അവിടെ ജോലി ഉണ്ടായിരുന്നു. പിന്നെ സാറിൻ്റെ എന്തോ ഫോണോ എന്തോ ഒരു കേസുണ്ടായിരുന്നു. അപ്പോൾ അവൻ ജയിലിലായിരുന്നു പറഞ്ഞത്. ഞങ്ങൾക്ക് മോഷണമാണോ? ഇയാളുടെ മൊബൈൽ മോഷ്ടിച്ചതാണോ? വീട്ടിൽ വെച്ച് ഇയാളുടെ മൊബൈൽ മോഷ്ടിച്ചു കേസൊക്കെ ആയിരുന്നു. ഇനി അതാണോ ഒന്നും നമുക്കറിയില്ല. സാറിന് 9:30 വരെ ഓഫീസിലുണ്ടായിരുന്നു, രാത്രി 9:30 വരെ. അതിനുശേഷം, അതായത് ഈ മൊബൈൽ മോഷണത്തിന് ശേഷമാണ് ഇയാൾ പറഞ്ഞു വിടുന്നല്ലേ ഇവിടുന്ന്? അതെപ്പോഴായിരുന്നു സംഭവം? ഒരു 6-7 മാസമായെന്ന് എനിക്ക് തോന്നുന്നു. ഇയാളെ പേര് എങ്ങനെ അറിയാം? ബംഗാൾ സ്വദേശിയുടെ പേര് എന്തെങ്കിലും? അമിത് അല്ലേ? നിങ്ങളും അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണോ? എന്തെങ്കിലും വേറെ എന്തെങ്കിലും സംശയങ്ങൾ? എന്നും പോകുന്ന പോലെ ഇല്ല. 9:30 ആകുമ്പോഴത്തേനും സാറ് വീട്ടിൽ പോകുന്നു, അതുപോലെ പോകുമായിരുന്നു. രാവിലെ ഞങ്ങളിപ്പോൾ ന്യൂസ് കണ്ടപ്പോഴേ. വേറെ എന്തൊക്കെ ബിസിനസ്സാണ് പുള്ളിക്കുള്ള? ഈ ഓഡിറ്റോറിയം അല്ലാതെ, ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയം അല്ലാതെ? ഇന്ദ്രപ്രസ്ഥന് നമുക്ക് കാര്യമായിട്ട് അറിയത്തില്ല. തിരുവനന്തപുരത്തൊക്കെ ബിസിനസ് ഉണ്ട്. തിരുവനന്തപുരത്തൊക്കെ ഉണ്ടല്ലോ. ഈ അമിത് എന്ന് പറയുന്ന ബംഗാളി ഞാൻ വന്നിട്ട് 6 മാസമായി. 6 മാസമായിട്ട്. ഭയങ്കരമായിട്ട് 3 മാസമായിട്ട്. എന്തായാലും ഈ അമിത് എന്ന് പറയുന്ന ഒരു ബംഗാൾ സ്വദേശിയാണ് ഇപ്പോൾ നാട്ടുകാർക്ക് തന്നെ വളരെ സംശയപരമായി ഈ പറയുന്നത്. കാരണം ഏകദേശം 6 മാസം മുൻപ് അദ്ദേഹം ഈ വീട്ടിൽ നിന്ന് ഈ വിജയകുമാറിൻ്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട പോലീസ് കേസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് അയാൾ അകത്ത് ജയിലിലേക്ക് പോവുകയായിരുന്നു. 6 മാസം മുൻപാണ് ആ സംഭവം നടക്കുന്നത്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികാരമായി ബന്ധപ്പെട്ടാണോ ഇത്തരത്തിലൊരു കൊലപാതകം നടന്നത് എന്ന സംശയങ്ങളൊക്കെയാണ് നാട്ടുകാരൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ പ്രാഥമികമായി ഉന്നയിക്കുന്നതെന്ന് പറയുന്നത്. എന്തായാലും ഇതൊരു സ്ഥിരീകരണത്തിലേക്ക് പോയിട്ടില്ല. നിലവിൽ ലഭ്യമാകുന്ന പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ഇതെന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ CCTV ഒക്കെ പരിശോധിക്കുന്നുണ്ടോ? പോലീസ് CCTV പരിശോധിക്കുന്നുണ്ടോ സമീപ പ്രദേശങ്ങളിലെയും അവിടുത്തെയും ഒക്കെ തന്നെ? അപ്പോൾ പിന്നെ മറ്റ് സംശയങ്ങൾ, അതായത് കൂടുതൽ ആസൂത്രിതം എന്ന തരത്തിലേക്കാണോ കാര്യങ്ങൾ എത്തുന്നത്? കാരണം മോഷണ ശ്രമം എന്ന രീതിയിലൊക്കെ തന്നെ ആദ്യഘട്ടമാണ്, പല സംശയങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ ഇതൊരു ആസൂത്രിത കൊലപാതകം എന്ന നിലയിലേക്ക് സംശയിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണോ ഉള്ളത്? തീർച്ചയായും പ്രതീക്ഷ. കാരണം പ്രധാനപ്പെട്ട ഒരു റോഡാണ്. ഞാൻ ആദ്യം ഈ സ്ഥലം ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് കോട്ടയത്ത് നിന്ന് തിരുവാതിക്കലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ്. റോഡ് ജംഗ്ഷനാണ്. റോഡിൽ കടകളൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 10-10:30 വരെ ഈ കടകളൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന കടയാണ്. അപ്പോൾ അത് സ്വാഭാവികമായും 9:30 വരെ അയാൾ അവിടെ ഈ ഓഫീസിലുണ്ടായിരുന്നു പറയുന്നു. 10:30-ക്ക് ശേഷം ഈ കടകളൊക്കെ പൂട്ടിയതിന് ശേഷമാകും ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് ഈ കൊലപാതകി പോയിട്ടുണ്ടാവുക. എന്തായാലും അതിനുശേഷം ഉള്ള വീടെന്നത് പറയുന്നത് ഈ 2 റോഡുകൾ, അവിടെ നിന്നൊരു റോഡുണ്ട്, ഇടതുവശത്ത് നിന്ന് ആ റോഡും ഈ റോഡും പ്രധാന പാതയും വന്ന് ചേരുന്ന ഒരു ബൈ റോഡുമുണ്ട്, പ്രധാന പാതയുമുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ വീട് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും എപ്പോഴും രാത്രിയിലൊക്കെ തന്നെ വളരെ ആളുകളൊക്കെ തന്നെ ഉള്ളൊരു പ്രദേശം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഒരുപക്ഷെ പുലർച്ചെയാകാം ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയൊരു നിഗമനം കൂടി പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ വളരെ ആൾക്കൂട്ടമൊക്കെ ഉള്ള രാത്രികളിൽ ആൾക്കാരൊക്കെ വളരെ നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടന്നത്. സ്വാഭാവികമായും ഈ കടകളിലൊക്കെ തന്നെ ഈ CCTVകളൊക്കെ തന്നെ ഈ വരുന്ന ഭാഗത്തൊക്കെ തന്നെ കടകളൊക്കെ ഉണ്ട്. കടകളിലൊക്കെ തന്നെ CCTV ഉള്ള കടകളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും